ഹലോ അസ്സാം വലൈക്കും വറഹമത്തുള്ള. പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് 4ാം ക്ലാസ്സിലെ അക്കീദ 2025-26 പാദവാർഷിക പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം, ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ നോക്കി മനസ്സിലാക്കിയാൽ പരീക്ഷയ്ക്ക് വരുന്ന 90% ക്വസ്റ്റ്യൻസും അത് ഏത് ഭാഗത്തു നിന്നാണ് കൂടുതൽ ചോദിച്ചിട്ടുള്ളത്, ഏത് ഭാഗമൊക്കെയാണ് കൂടുതൽ പ്രാധാന്യമുള്ളത് എന്നതിനെക്കുറിച്ച് മനസ്സിലാകും. അപ്പോൾ അതുകൊണ്ടാണ് മുൻകാല വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഡിസ്കസ് ചെയ്യൽ പരീക്ഷയ്ക്ക് മുന്നൊരുങ്ങുന്നതിൻ്റെ പ്രധാനപ്പെട്ടൊരു ഭാഗമാണ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇതിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് 4ാം ക്ലാസ്സിലെ അക്കീദക്ക് ഈ പാദവാർഷിക പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്നുള്ളത് പ്രധാനമായിട്ടും വാജിബായ സിഫത്തുകളും മുസ്തഹീലായ സിഫത്തുകളും അതുപോലെ തന്നെ ജായിസായ സിഫത്ത്, ഇതിനെ സംബന്ധിച്ച് പഠിച്ചിട്ടുള്ള 20 വാജിബായ സിഫത്തുകളും അതുപോലെ തന്നെ 20 മുസ്തഹീലായ സിഫത്തുകളും മാത്രം പഠിച്ചു പോയാൽ തന്നെ, അതിൻ്റെ അർത്ഥ സഹിതം പഠിച്ചു പോയാൽ തന്നെ വളരെ സിമ്പിളായിട്ട് വരുന്ന എക്സാം നമുക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിയും, നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു പാദവാർഷിക പരീക്ഷ അക്കീദ, അതുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനമായിട്ട് പറയാനുള്ള ഒരു കാര്യം, വാജിബായ സിഫത്തുകൾ 20, മുസ്തഹീലായ സിഫത്തുകൾ 20, അതുപോലെ തന്നെ ജായിസായ സിഫത്ത് 1. ഈ വാജിബായ സിഫത്തും മുസ്തഹിലായ സിഫത്തുമായി 20 എണ്ണം വെച്ച് പഠിച്ചാൽ ഈ പരീക്ഷയിൽ 100% മാർക്കും നേടാൻ കഴിയുമെന്നുള്ളതാണ്. ഒരുപക്ഷെ അടുത്ത പരീക്ഷയ്ക്ക് വ്യത്യസ്ത വിഷയങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇതുപോലുള്ളൊരു അവസരം ഒരുപക്ഷെ ഇതുപോലെ കിട്ടിക്കൊള്ളുന്നില്ല. അപ്പോൾ അതുകൊണ്ട് വളരെയധികം പ്രാധാന്യത്തോടുകൂടി തന്നെ മുസ്തഹിലായ സിഫത്തും വാജിബായ സിഫത്തൊക്കെ നോക്കി അതിൻ്റെ അർത്ഥ സഹിതം പഠിച്ച് പരീക്ഷയ്ക്ക് തയ്യാറാവുക എന്നുള്ളതാണ്. നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നൽകിയിട്ടുള്ളത് ഫസ്റ്റ് സെഷനായിട്ടുള്ള ക്വസ്റ്റ്യൻ ശരി രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. ഓക്കെ, 3 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്ക് വീതം, മൊത്തം 5 മാർക്കിനാണ് ക്വസ്റ്റ്യൻ നൽകിയിട്ടുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വുജൂദ് എന്നാൽ എന്താണ്? തുടക്കമില്ലാതിരിക്കൽ, അന്ത്യമില്ലാതിരിക്കൽ. എന്താണ് വുജൂദ് എന്ന് പറഞ്ഞാൽ? ഉള്ളവനായിരിക്കുക എന്നുള്ളതാണ്. ഇത് വാജിബായ സിഫത്തുകളിൽപ്പെട്ടതാണ്. മറ്റൊന്ന് ഖിയാമുൻ നഫ്സ്, സ്വയം നിലനിൽക്കൽ, അന്ത്യമില്ലാതിരിക്കൽ, തുടക്കമില്ലാതിരിക്കൽ. എന്താണ് ശരിയായ ഉത്തരം? സ്വയം നിലനിൽക്കുക എന്നുള്ളതാണ്. ഖുദ്റത്ത് എന്ന് പറഞ്ഞാൽ അറിവാണോ, കഴിവാണോ, കാഴ്ചയാണോ? ഓക്കെ, അറിവിന് നമ്മൾ ഇൽമ് എന്ന് പറയും, കാഴ്ചക്ക് ബസർ എന്ന് പറയും. അപ്പോൾ ഖുദ്റത്ത് എന്താണ്? കഴിവ് ആണ്. ഓക്കെ. സംഅ് എന്ന് പറഞ്ഞാൽ കേൾവിയാണോ, കാഴ്ചയാണോ, സംസാരമാണോ? സംസാരത്തിന് കലാമ് എന്ന് പറയും, അതുപോലെ തന്നെ കാഴ്ചക്ക് ബസർ എന്ന് പറയും, കേൾവിക്ക് സംഅ് എന്ന് പറയും. മറ്റൊന്ന് ഇറാദത്ത് എന്നാൽ ഏകത്വമാണോ? അത് വഹദാനിയത്താണ്. കഴിവാണ്, അത് ഖുദ്റത്താണ്, ഉദ്ദേശിക്കലാണ് എന്ത്? ഇറാദത്ത് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ ഇതിൽ ആകെ 5 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇതിൻ്റെ ഓപ്ഷൻസൊക്കെ കൂടിയിട്ട് ഏകദേശം 15ഓളം ക്വസ്റ്റ്യൻസ് ഇതിൻ്റെ ഭാഗമായിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പോൾ അടുത്തൊരു പരീക്ഷയ്ക്ക് ഇതിൽ ചോദിച്ച ഭാഗമല്ലാത്ത മറ്റു ഭാഗങ്ങളൊക്കെ ചോദിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും നിർബന്ധമായിട്ട് അത് നോക്കി വെക്കുക. മറ്റൊരു ഭാഗം പറയുന്നത്, താഴെ പറയുന്ന ആയത്തുകൾ അള്ളാഹുവിൻ്റെ ഏത് സിഫത്തുകളെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലേ? അഹദ് അത് വഹദാനിയത്ത്, വാജിബായ സിഫത്താണ്. അള്ളാഹു സമദ്, അള്ളാഹു നിരാശ്രയരാണ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ വരിക? അതാണ് ഖിയാമുൻ ബിൻ നഫ്സ്, സ്വന്തമായി ആരെയും ആശ്രയിക്കാതെ തന്നെ നിലനിൽക്കാൻ കഴിവുണ്ടാവുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ വാജിബായ സിഫത്താണ്. അപ്പോൾ സമദിന് നമുക്ക് എന്ത് നൽകാം? അള്ളാഹു സ്വമദ് എന്നുള്ളതിന് എന്ത് നൽകാം? ഖിയാമുൻ ബിൻ നഫ്സ് എന്ന് നൽകാവുന്നതാണ്. ഇനി വിപരീതം എഴുതാനാണ്. അപ്പോൾ നൽകിയിട്ടുള്ളത് ഹയാത്ത് വാജിബ്, സംഅ് വാജിബായത്, കലാമു വാജിബായത്, ഖുദ്റത്ത് വാജിബായത്, ഇൽമു വാജിബായ സിഫത്തുകൾ. ഇവിടെ നൽകിയിട്ടുള്ളത് വാജിബായ സിഫത്തുകളാണ്. ഇതിൻ്റെ വിപരീതം എഴുതാനാണ്. വിപരീതം എഴുതുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ മുസ്തഹീലായ സിഫത്തുകൾ എഴുതാനാണ്. അപ്പോൾ ഹയാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്നെന്നും ജീവിക്കുന്നവനാണ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ്, വിപരീതം മുസ്തഹീലായ സിഫത്തിലേക്ക് വരുമ്പോൾ അതെന്താണ്? മൗത്ത്, മരണാണ്, അല്ലേ? രണ്ടാമത്തത് കലാമ് എന്ന് പറഞ്ഞാൽ സംസാരിക്കുന്നവൻ. ഓക്കെ, അപ്പോൾ അതിൻ്റെ വിപരീതം എന്താണ്? മുസ്തഹിലായ സിഫത്തിലേക്ക് വരുമ്പോൾ കലാമിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? ബക്കം, അല്ലേ? സംസാരമില്ലായ്മ. മറ്റേത് സംഅ് എന്ന് പറഞ്ഞാൽ
കേൾക്കുന്നവൻ. ഓക്കെ, അപ്പോൾ കേൾക്കുകയില്ല എന്നുള്ളത്, അല്ലെങ്കിൽ കേൾവിക്ക് നേരെ ഓപ്പോസിറ്റ് എന്താണ്? കേൾവി ഇല്ലായ്മ. അതിന് നമ്മൾ എന്ത് പറയും? സ്വമമ് എന്ന് പറയും. ഓക്കെ. 4 ഖുദ്റത്ത്, കഴിവുള്ളവനായിരിക്കുക എന്നുള്ളത്. അതിൻ്റെ ഓപ്പോസിറ്റാണ് എന്ത്? അജിസ്, കഴിവില്ലാതിരിക്കുക എന്നുള്ളത്. മറ്റൊന്ന് മുഖാലഫത്തു ലിൽ ഹവാദിസി, സൃഷ്ടികളോടൊന്നിനോടും സാദൃശ്യമില്ലാത്ത അവസ്ഥ. അപ്പോൾ അതിന് പറയുന്നതാണ് മുമാസലത്തു ലിൽ ഹവാദിസി. എന്ന് പറഞ്ഞാൽ സൃഷ്ടികളോട് തുല്യമാവലാണ് മുഖാലഫത്തു ലിൽ ഹവാദിസിൻ്റെ ഓപ്പോസിറ്റ്, അതായത് മുമാസലത്തു ലിൽ ഹവാദിസി. 6 ഇൽമ്. ഇൽമ് എന്ന് പറഞ്ഞാൽ അറിവാണ്. അറിവിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? ജഹ്ല്. ജഹ്ല് എന്ന് പറഞ്ഞാൽ എന്താണ്? അറിവില്ലായ്മയാണ്. അപ്പോൾ ഇങ്ങനെയാണ്. ഇത് ജസ്റ്റ് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ളത്. ഇത് ഓരോ ക്വസ്റ്റ്യൻസും ഈ 2 മാർക്ക് വീതം മൊത്തം 12 മാർക്കിനാണ് ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രം ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ പരീക്ഷ എന്നുള്ളത് തന്നെ വെറും അള്ളാഹുവിൻ്റെ വാജിബും മുസ്തഹീലും ജായിസക്കായ സിഫത്തുകളെ സംബന്ധിച്ച് മാത്രമുള്ളതാണ്. അപ്പോൾ മുഴുവൻ മാർക്ക് നേടാനും കഴിയുന്നൊരു സബ്ജക്റ്റ് കൂടെയാണ് വരാനിരിക്കുന്ന അഖീദ പരീക്ഷ എന്നുള്ളത്. ഓക്കെ, ഇനി പൂരിപ്പിക്കാം. അള്ളാഹു മാത്രമാണ് ആരാധനക്ക് അർഹനായത്. അള്ളാഹുവിന് തുല്യമായൊരു വസ്തുവും ഇല്ല. അള്ളാഹുവിൻ്റെ ഉദ്ദേശം കൂടാതെ ഒന്നും നടക്കൂല. ഹയാത്ത് എന്ന സിഫത്ത് ഉള്ള അള്ളാഹു മാത്രമാണ്. ബസ്ർ എന്ന സിഫത്തുള്ള അള്ളാഹു മാത്രമാണ്. ഓക്കെ, അങ്ങനെ പാഠഭാഗത്തു നിന്ന് വന്നത് അതുപോലെ തന്നെ നോക്കി പഠിച്ച് എഴുതാനുള്ളതാണ്. മറ്റൊന്ന് അർത്ഥം എഴുതാനാണ്. കൗനുഹു കാരിഹൻ. കൗനുഹു കാരിഹൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പുസ്തകത്തിൽ നോക്കിയാൽ കാണും. നിങ്ങളുടെ പുസ്തകത്തിൽ നോക്കിയാൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. അത് ഏതിൻ്റെ, ഇത് മുസ്തഹിലായ സിഫത്താണോ വാജിബായ സിഫത്താണോ നമ്മൾ ആദ്യം നോക്കണം. അതെന്താണ്? മുസ്തഹിലായ സിഫത്താണ്. ഉദ്ദേശം ഇല്ലാത്തവനാവലാണ് കൗനുഹു കാരിഹൻ. അപ്പോൾ ഇതിൻ്റെ വാജിബായ സിഫത്ത് എന്താണ്? കൗനുഹു മുരീദൻ. കൗനുഹു മുരീദൻ, ഉദ്ദേശം ഉള്ളവനാവൽ. മറ്റൊന്ന് കൗനുഹു അസമ്മുൻ. കൗനുഹു അസമ്മുൻ എന്ന് പറഞ്ഞാൽ കേൾവി ഇല്ലാത്തവനാവൽ. അത് മുസ്തഹീലായ സിഫത്താണ്. അതിൻ്റെ വാജിബായ സിഫത്ത്, അല്ലെങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് എന്ത്? കൗനുഹു സമീഅൻ, കേൾവി ഉള്ളവനാവൽ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഫിഅ്ല് കുല്ലി മുംകിനിൻ ഔ തർക്കുഹു. അള്ളാഹുവിന് ഇഷ്ടം പോലെ ഉണ്ടാവുന്ന ഏത് കാര്യവും ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യാം. അത് ഏത് സിഫത്തിൽ പെട്ടതാണ്? വാജിബാണോ മുസ്തഹീലാണോ? അത് വാജിബായ സിഫത്തും അല്ല, മുസ്തഹീലായ സിഫത്തും അല്ല. അത് ഏത് സിഫത്താണ്? ജായിസായ സിഫത്ത് മാത്രമാണ്. അള്ളാഹിൻ്റെ ജായിസായ സിഫത്ത് ഫിഅ്ല് കുല്ലി മുംകിൻ ഔ തർക്കുഹു എന്നുള്ളത് മാത്രമാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ഉണ്ടാകാവുന്ന ഏത് കാര്യവും ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ആവാം. അത് അള്ളാഹുവിൻ്റെ താല്പര്യമാണ്. അപ്പോൾ അതാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് പഠിച്ചത്. 9 മാർക്കിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമ്മൾ വാജിബായ സിഫത്തും മുസ്തഹീലായ സിഫത്തും പഠിക്കുന്ന സമയത്ത് തന്നെ ഈ 13 കഴിഞ്ഞാൽ 14 മുതൽ തുടങ്ങുന്നുണ്ടല്ലേ? കൗനുഹു ഖാദിറൻ, കൗനുഹു മുരീദൻ, കൗനുഹു ആലിമൻ. ഇനി അതിൻ്റെ മുസ്തഹീൽ നോക്കുന്ന സമയത്ത് കൗനുഹു ആജിസൻ, കൗനുഹു കാരിഹൻ, കൗനുഹു ജാഹിലൻ, അങ്ങനെ വന്നിട്ട് 20 വരെ അങ്ങനെ പറയുന്ന ഭാഗങ്ങളാണ്. അപ്പോൾ അത് നിർബന്ധമായിട്ടും നോക്കാം. മറ്റൊരു ക്വസ്റ്റ്യൻ, 6ാമത്തെ ക്വസ്റ്റ്യനായി വന്നിട്ടുള്ളത് മുസ്തഹീലായ സിഫത്ത് എന്നാൽ എന്താണ് എന്നുള്ളതാണ്. ഈ മുസ്തഹീലായ സിഫത്ത് എന്താണ് എന്നുള്ള ക്വസ്റ്റ്യൻ 2 മാർക്കിന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വാജിബായ സിഫത്ത് എന്താണ് എന്നുള്ള ക്വസ്റ്റ്യൻ 2 മാർക്കിന് വരാം. ജായിസായ സിഫത്ത് എന്താണ് എന്നുള്ളത് 2 മാർക്കിന് വരാം. അപ്പോൾ അത് 3 തരത്തിലുള്ള സിഫത്തുകളുടെ വിശദീകരണവും നിർബന്ധമായിട്ടും പഠിക്കണം. മുസ്തഹീലായ സിഫത്ത് എന്നാൽ അള്ളാഹുവിനൊരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത സിഫത്തുകൾക്കാണ് എന്ത് പറയുന്നത്? മുസ്തഹീലായ സിഫത്തുകൾ എന്ന് പറയുന്നത്. ഇനി അവസാനത്തെ ക്വസ്റ്റ്യൻ, മൊത്തം 1, 2, 3, 4, 4, 4, 8 ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്ക് വീതം ടോട്ടൽ 8 മാർക്കിനുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സിഫത്തുകളിൽ വാജിബിന് ശരിയും എന്നും മുസ്തഹീലിന് തെറ്റി എന്നും രേഖപ്പെടുത്താം എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിങ്ങനെ നോക്കുമ്പോൾ നമുക്കിങ്ങനെ മനസ്സിലാക്കാൻ കഴിയണം. അജിസ്, കഴിവില്ലായ്മ, അത് അള്ളാഹുവിന് ഉണ്ടാകാൻ പാടുണ്ടോ? പാടില്ല. എന്താണ്? മുസ്തഹീലാണ്. ബക്കമ് എന്ന് പറഞ്ഞാൽ എന്താണ്? സംസാരമില്ലായ്മ അല്ലേ? കലാമിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ബക്കമ്. അജിസ് ഇതിൻ്റെ ഓപ്പോസിറ്റാണ് ഖുദ്റത്ത് എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റാണ്. അപ്പോൾ കലാം എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റായിട്ട് വരുന്ന ബക്കമ്, അതും
മുസ്തഹിലായ സിഫത്താണ്. ഫനാ ഫനാ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫനാ എന്ന് പറഞ്ഞാൽ ബഖാഇൻ്റെ ഓപ്പോസിറ്റ് വരുന്ന മുസ്തഹിലായ സിഫത്താണ് എന്ത്? ഫനാ എന്നുള്ളത്. അതും തെറ്റാണ്, മുസ്തഹിലായ സിഫത്താണ്. കലാം എന്നുള്ളത് സംസാരം. അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം അത് വാജിബായ സിഫത്താണ്. അപ്പോൾ ശരി കൊടുക്കാം. ഈ കലാമിൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്താണ്? കലാമിൻ്റെ അല്ലെങ്കിൽ കലാം എന്നുള്ള വാജിബായ സിഫത്തിൻ്റെ മുസ്തഹിലായ സിഫത്ത് ഏതാണ്? അത് ബക്കം, സംസാരമില്ലായ്മ. ഓക്കെ. ഇനി സ്വമം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്വമം കേൾവിയില്ലായ്മ, അതെന്താണ്? മുസ്തഹിലായ സിഫത്താണ്. അതിൻ്റെ വാജിബായ സിഫത്ത് ഏതാണ്? സംഅ ഓപ്പോസിറ്റ് സ്വമം. ഓക്കെ. ഇറാദത്ത് ഉദ്ദേശമുണ്ടാകുക. ഇറാദത്ത് എന്ന് പറഞ്ഞാൽ ഉദ്ദേശം ഉണ്ടാവുക. അതിൻ്റെ ഓപ്പോസിറ്റാണ് എന്ത്? കറാഹത്ത് എന്നുള്ളത്. അപ്പോൾ ഈ ഇറാദത്ത് എന്നുള്ളത് വാജിബായ സിഫത്തുകളിൽ പെട്ടതാണ്. അതിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ള കറാഹത്ത് ഉദ്ദേശമില്ലായ്മ, അത് മുസ്തഹിലായ സിഫത്താണ്. കുദറത്ത് കഴിവുണ്ടാവുക, അത് പറയേണ്ട ആവശ്യമില്ല, നമ്മൾ വളരെ പ്രധാനമായിട്ട് ആദ്യം പഠിച്ച ഒന്നാണത്. മറ്റൊന്ന് എഹ്തിയാജ് എന്ന് പറഞ്ഞാൽ അന്യാശ്രയം, ആരെയും ആശ്രയിക്കാത്ത. ഇഹ്തിയാജ് എന്ന് പറഞ്ഞാൽ അന്യാശ്രയം, മറ്റൊരാളെ ആശ്രയിക്കുക, പല കാര്യങ്ങൾക്കും മറ്റൊരാളെ ആശ്രയിക്കുന്ന അവസ്ഥക്ക് പറയുന്ന പേരാണ് ഇഹ്തിയാജ്. ഇത് മനുഷ്യന്മാർക്കൊക്കെ ഉണ്ടാകുന്ന അല്ലെങ്കിൽ സൃഷ്ടികൾക്ക് ഉണ്ടാകുന്ന സിഫത്താണ്. പക്ഷെ അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ഉണ്ടാവാൻ പാടില്ലാത്ത സിഫത്താണ്. അതിന് പറയുന്ന പേരാണ് മുസ്തഹിലായ സിഫത്തുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടുള്ള വാജിബായ സിഫത്ത് ഏതാണ്? ഇഹ്തിയാജ് എന്ന് പറഞ്ഞാൽ ഖിയാമും ബിൻ നഫ്സ്, സ്വന്തമായി ആരെയും ആശ്രയിക്കാതെ നിലനിൽക്കാൻ കഴിയുക എന്നുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് കഴിഞ്ഞ 2025-26 പാദവാർഷിക പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള 4ാം ക്ലാസ് അഖീദ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ ഇത് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും. അതേപോലെ തന്നെയാണ് ക്വസ്റ്റ്യൻ വരിക, അതിൽ യാതൊരു സംശയമല്ല. ഇനി അതോടൊപ്പം തന്നെ വളരെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്നുള്ളത്, ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ അത് ചോദിച്ചിട്ടില്ല, പക്ഷെ അത് വരാൻ 100-99% സാധ്യത ഉള്ളതാണ്. അധ്യായം 3 അള്ളാഹു ഖാദിറുൻ എന്ന പാഠഭാഗത്തിലെ അല്ലാഹു മൗജൂദുൻ ഖദീമുൻ ബാക്കി മുഖാലിഫുൻ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖി, ആ ബൈത്ത് കണ്ടിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ ഖായിമുൻ ആനി വവാഹീദുൻ വഹൈ ഖാദിറുൻ മുരീദുൻ അലീമുൻ ബികുല്ലി ഷൈ, ആ ബൈത്ത് ഉണ്ടല്ലോ. ആ ബൈത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിലൊരു 2 വരിയെങ്കിലും മിനിമം പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. അതും വിട്ട ഭാഗം പൂരിപ്പിക്കാനുള്ള ചോദ്യം വരാൻ സാധ്യതയുള്ള ഒന്നാണ്. അപ്പോൾ ഓക്കെ, ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറുമായി നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, താങ്ക്സ്.